അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. SKSFന്റെ തിരുരങ്ങാടി മേഖല ഹെപ്റ്റ ടൈറോ പ്രോഗ്രാമിന്റെ ഭാഗമായിക്കൊണ്ട് ക്യാമ്പസ് വിംഗ് ഒരുക്കുന്ന ഇൻക്ലൂസീവ് 20 എന്ന പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും സംഗമിച്ചിട്ടുള്ളത്. ഈ പ്രോഗ്രാം കൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് നമ്മുടെ സർക്കാർ ഉദ്യോഗ തലങ്ങളിൽ, ഗവൺമെന്റ് സർവീസുകളിൽ എത്താനുള്ള ഒരു പ്രാഥമിക വിവരം നൽകുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടങ്ങളിൽ പോലും ഒരു മിഥ്യാധാരണ പലർക്കുമുണ്ട്. കാരണം ജനറൽ നോളജിൽ ഭയങ്കരമായിട്ട് എക്സ്പേർട്ട് വേണം, പിന്നെ അതുപോലെ തന്നെ എല്ലാ പത്രങ്ങളും വായിക്കണം എന്ന രീതിയിലുള്ള വളരെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പലപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കാറുള്ളത്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിക്കൊണ്ട്, കാരണം ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന വേളയിൽ എന്താ പറയുക, നമ്മുടെ ഈ ഇത്രയും കാലഘട്ടത്തിലെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വിവിധ PSC കോച്ചിങ് സെന്ററുകളിൽ ക്ലാസ് എടുത്തും അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ഇന്റർവ്യൂ വരെ അറ്റൻഡ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ തികച്ചും ഇതൊരു വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും ചിലപ്പോൾ തെറ്റുകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടെ അനലൈസിംഗ് കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. പക്ഷെ നിരവധി ആളുകളുടെ വിജയ പരാജയങ്ങൾ നേരിട്ട് കണ്ടു എന്നുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് ഇത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും പറയാനുള്ളത്, സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് SKSFന്റെ ട്രെൻഡ് മേഖല സമിതി ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിരുന്നു. നമ്മുടെ സപ്ലൈകോയിൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജോബിന്റെ വേക്കൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ലൈനും നമ്മൾ തുറന്നിരുന്നു. ഈ സമയത്ത് പല ആളുകളും വിളിച്ചിട്ട് ചോദിച്ചിട്ടുള്ളത്, ഇതെങ്ങനെയാണ് അപേക്ഷിക്കുക? ആദ്യത്തെ ചോദ്യം അതാണ്, എത്ര വയസ്സ്, പിന്നെ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളാണ്. പക്ഷെ പല ആളുകളും ചോദിച്ചിട്ടുള്ളത് ഇതെങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനർത്ഥം ഇന്നും നമ്മുടെ സമൂഹത്തിൽ PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ 1 ടൈം രജിസ്ട്രേഷനെ കുറിച്ചുള്ള അവബോധം പോലും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കൾ കേൾക്കുന്നവരോട്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം PSCയുടെ സൈറ്റിൽ കയറിക്കൊണ്ട് അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കയറിക്കൊണ്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ഇടുക എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുമല്ലോ. നമ്മുടെ പ്രൊഫൈലൊക്കെ പിക്ചർ വെച്ചിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കും. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോ, നമ്മുടെ സിഗ്നേച്ചർ, പിന്നെ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മുടെ പൂർണ്ണമായിട്ടുള്ള അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൈറ്റ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടാക്കലാണ് ഈ 1 ടൈം രജിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഏതൊരാളും, ചിലരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ പലരും ചെയ്തിട്ടുണ്ടാവും, എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് ഈ ആരൊക്കെ ഗവൺമെന്റ് സർവീസിലുള്ള പരീക്ഷ ലക്ഷ്യമിടുന്നു, അവർ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ PSCയുടേതാണെങ്കിലും SSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കാരണം എല്ലാ പരീക്ഷകൾക്കും ഇവർക്ക് കീഴിൽ, PSCക്ക് കീഴിലും പിന്നെ അതുപോലെ തന്നെ SSCക്ക് കീഴിലും ഒക്കെ വിളിക്കുന്ന പരീക്ഷകൾക്ക് അപേക്ഷിക്കേണ്ട വിധം എന്ന് വെച്ചാൽ ഇതിന് സെപ്പറേറ്റ് ഒരു അപ്ലിക്കേഷൻ ഫോമോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു വെബ്സൈറ്റോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുന്നു, നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചുകൊണ്ട് കയറുന്നു. ജസ്റ്റ് ഏതാണ് നോട്ടിഫിക്കേഷൻ നോക്കുന്നത്, നിങ്ങൾ അത് അപേക്ഷിക്കാൻ എലിജിബിൾ ആണെങ്കിൽ അതിൽ എലിജിബിൾ എന്ന് കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുന്നു, അപ്ലൈനോ ക്ലിക്ക് ചെയ്യുന്നു, സോ അപേക്ഷിക്കുന്നു, കഴിഞ്ഞു. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1 ടൈം രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ SSLC ബുക്ക്, പിന്നെ നിങ്ങൾ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം കയ്യിൽ വേണം. പിന്നെ നിങ്ങളുടെ നീളവും, പിന്നെ അതുപോലെ തന്നെ ഫോട്ടോയും സിഗ്നേച്ചറും ആധാർ നമ്പറും ലിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മൊബൈൽ നമ്പറും ഒരു മെയിൽ ഐഡിയും. ഇതൊരിക്കലും മാറിപ്പോകാതെ ഇടക്കിടക്ക് മാറ്റം. ചിലർക്ക് സ്വഭാവമുണ്ട്, പല ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ മെയിൽ ഐഡികൾ ഉണ്ടാക്കും. പക്ഷെ മെയിൽ ഐ ഡി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ പോലെ പല ആളുകൾക്ക് മറ്റൊരു സ്വഭാവമുണ്ട്, മൊബൈൽ നമ്പർ ഇടക്കിടക്ക് മാറ്റുന്നവർ. അപ്പോൾ
ഒരു മൊബൈൽ നമ്പറും ഒരു മെയിൽ ഐ ഡി നമുക്ക് സ്ഥിരമായിട്ടുണ്ടാക്കണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് വൺ ടൈം രജിസ്ട്രേഷനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇത് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും നമ്മുടെ ക്വാളിഫിക്കേഷൻ ബേസ് ആയിട്ടുള്ള ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അതിന്റെ സിലബസ് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു SSLCക്ക് പഠിക്കുന്ന പോലെ ഒരു +2 പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന പോലെ സെപ്പറേറ്റ് സിലബസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വ്യത്യാസങ്ങളൊന്നുമില്ല. മറിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ പരീക്ഷയ്ക്കുണ്ടാവും, പക്ഷെ ഏകദേശം സെയിം ആയിരിക്കും. ഉദാഹരണത്തിന് എല്ലാ പരീക്ഷകൾക്കും GK ചോദിക്കും. ഏകദേശം എല്ലാ പരീക്ഷകൾക്കും GK ഉണ്ട്, ഏകദേശം എന്നല്ല. ഇന്ത്യയിൽ നടക്കുന്ന ഒട്ടുമിക്ക കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസിൽ GK ഇല്ലാത്ത ഒരു ഭാഗമില്ല. ഈ GK എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വിഭാഗമല്ല. അതിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഈ GKയുടെ ഭാഗത്ത്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക് മാത്തമാറ്റിക്സ്. 10th ലെവൽ മാത്തമാറ്റിക്സ് എന്നാണ് പറഞ്ഞത്. 10th ലെവൽ മാത്തമാറ്റിക്സ് ഇത്രേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ 10th ലെവൽ മാത്തമാറ്റിക്സ് എല്ലാം ഉണ്ട്, എല്ലാം. കാരണം നിങ്ങൾക്ക് ഇപ്പോ എന്താ പറയാ, ഈ +1 +2 സയൻസ് പഠിച്ചവർക്ക് ശരിക്കും അറിയാൻ പറ്റും അവിടെ മാത്സിൽ എന്താ ശരിക്കുള്ളത് എന്നുള്ളത്. കാരണം അതിന്റെ അപ്പുറത്തേക്ക് കുറെ പ്രോബ്ലംസും തിയറികളൊക്കെ ബേസ് ചെയ്തുകൊള്ളുന്ന സാധനം. അതൊരിക്കലും നമ്മുടെ ഈ ഒരു സാധാരണ ജീവിതത്തിലൊക്കെ അത്രത്തോളം ആവശ്യമില്ലാത്ത സാധനം. ബാക്കിയെല്ലാം നമ്മൾ 10ാം ക്ലാസ്സിനുള്ളിൽ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്നതിനിടയിലുള്ള എല്ലാ മാത്തമാറ്റിക്സും ചോദ്യത്തിൽ കയറി വരും. ശരാശരിയും ഇൻട്രസ്റ്റ് റേറ്റും പലിശ നിരക്കും, പിന്നെ അതുപോലെ തന്നെ ദിശകളും ഡയറക്ഷൻസും, പിന്നെ അതുപോലെ നമ്മുടെ പൈതഗോറസ് തിയറി, ഇതെല്ലാം കടന്നു വരും. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ 10th ലെവൽ എന്താ പറയാ, ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന സമയത്ത് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത് എന്താണ്? കുറച്ച് ക്വസ്റ്റ്യൻ ടാഗ്, റിപ്പോർട്ട് സ്പീച്ച്, പിന്നെ അതുപോലെ തന്നെ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളാണ്. ഓക്കെ, സിമ്പിൾ. അപ്പോ ഈ ഒരു സാധനമാണ് മൂന്നാമത്തെ ഭാഗമായിക്കൊണ്ട് ഉണ്ടാവും. അപ്പോ മാത്സും ഇംഗ്ലീഷും ഒരു പ്രധാന ഭാഗമാണ്. മാത്സിനെ കുറിച്ച് ആരും അറിയണം. 10ാം ക്ലാസ് വരെ നമ്മളിൽ ഓരോരുത്തർ, അതായത് ഇന്ത്യയിലെ ഒരു ബേസിക് വിദ്യാഭ്യാസമുള്ള ഏതൊരുത്തരും പഠിച്ച മാത്തമാറ്റിക്സ്. പിന്നീട് അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് ഇതിൽ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു 10ാം ക്ലാസ് വരെ കഴിച്ച് പിന്നീട് ഹ്യൂമാനിറ്റീസിലോട്ടോ കൊമേഴ്സിലോട്ടോ കയറി ഡിഗ്രി ഒക്കെ കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞ ആളാണെങ്കിൽ 10ാം ക്ലാസ്സിലെ മാത്സിന്റെ എല്ലാ ടച്ചും വിട്ടിട്ടുണ്ടാവും. അപ്പോ അങ്ങനത്തെവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി തുടക്കത്തിൽ, പിന്നീട് അതങ്ങനെ ശരിയാവണം. ഓക്കെ, പിന്നീട് ബേസിക് മെന്റൽ എബിലിറ്റി, കാരണം ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെ അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലഡ് ഗ്രൂപ്പ് അല്ലെ, ബ്ലഡ് റിലേഷൻ, അതായത് രക്തബന്ധങ്ങള്, പിന്നെ അതുപോലെ തന്നെ ഡയറക്ഷൻ മനസ്സിലാക്കാം. ഇതൊക്കെ നമ്മൾ സാധാരണ ലോജിക്ക് ഉപയോഗിച്ച് പഠിക്കുന്ന സാധനങ്ങളാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഏതൊരു എക്സാമിനേഷനും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അണ്ടർ ദ സൺ, സൂര്യന് കീഴിലുള്ള എല്ലാം ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാലങ്ങളായി നമ്മളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നവരോട് നമുക്ക് അവരോട് പറയാനുള്ളത് എന്താണ്, നമ്മൾക്കൊരു സ്ട്രക്ചർ രൂപത്തിലുള്ള ഒരു സ്റ്റഡി മെത്തേഡ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് ക്രാക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതിലാകെ വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജിക്കയുടെ ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതൊക്കെയുള്ള പരിഹാര മാർഗങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോ ഇത്രയുമാണ് എന്താണ് ഒരു കോമൺ സിലബസ് എന്ന് പറയുന്നത്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചില റേഷ്യോ കുറച്ച്, ചില റേഷ്യോ കൂട്ടി ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പോ അതിനുള്ള ആദ്യത്തെ പരിഹാരം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു എക്സാമിനേഷന് തയ്യാറെടുക്കുകയാണെങ്കിൽ ആദ്യം ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അറിയില്ലെങ്കിലും ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് ചുരുങ്ങിയതൊരു 5 ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് ചോദ്യം വരുന്നത്, ഏതൊക്കെ രീതിയിലാണ്. അപ്പൊ ഞാനിതൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്താണ്, ജോഗ്രഫിന്ന് വരും, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരും, ഹിസ്റ്ററിന്ന് വരും, പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വരും, ഇതൊക്കെ വരും. പക്ഷെ ഇതൊക്കെ എങ്ങനെയാ വരിക, എങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവുക? അപ്പോ ഇതിന് നിങ്ങൾ ഒരു ഏകദേശ ഐഡിയ വെച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 പ്രീവിയസ് ഇയർ എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു മേഖല SSC നടത്തുന്ന നമ്മുടെ ഒരു SSLC ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനെ തന്നെ നമ്മുടെ നെറ്റിൽ ബ്രൗസ് ചെയ്ത ഇഷ്ടം പോലെ കിട്ടും. 10th ലെവൽ SSC ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഇത് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആത്മവിശ്വാസം വരും. കാരണം നമ്മൾ പലപ്പോഴും സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിച്ച് മറന്നുപോയ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ 5 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഉള്ളിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഐഡിയ കിട്ടും.
ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മറ്റു പുസ്തകങ്ങളിലോട്ടോ അല്ലെങ്കിൽ മറ്റു സോഴ്സുകളിലോട്ടോ കടന്നു ചെല്ലാൻ പാടുള്ളൂ. കാരണം നമ്മൾ സിവിൽ സർവീസ് എക്സാമിനേഷനൊക്കെ തയ്യാറെടുക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട് NCERT വായിക്കുക. പല പാപങ്ങളും നേരെ പോയിട്ട് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ആണ് വായിക്കും. ഇത് കഴിഞ്ഞു വരും. പക്ഷേ എങ്കിൽ അതുകൊണ്ട് അവർക്ക് യാതൊരു വിധത്തിലും ഉപകാരം ഉണ്ടായിരിക്കില്ല. മറിച്ച് കറക്റ്റ് മെത്തേഡ്, ഉദാഹരണമായിട്ട് സിവിൽ സർവീസിന്റെ എക്സാമിനേഷന്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിന് ശേഷം NCERT വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് NCERT വായിക്കേണ്ടത്. കാരണം NCERT യിൽ വന്ന ക്വസ്റ്റ്യൻസ് പല സൈറ്റിലും എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് NCERT വായിക്കേണ്ടത് എന്നുള്ള ഐഡിയ അപ്പൊ കൂടെ, അല്ലെങ്കിൽ വെറുതെ എന്താ പറയുക കാർഡടച്ച് വെടിവെക്കാന്നൊക്കെ പറയില്ലേ, ജസ്റ്റ് ഒരു വായനയെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ തറോ ആയിട്ട് നോക്കാം, എന്നിട്ട് ടെക്സ്റ്റ് പുസ്തകത്തിലോട്ട് കടക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ട പണി നിങ്ങൾ എന്താണ്? നിങ്ങൾ ഏത് എക്സാമിനേഷനാണ് നിങ്ങൾ എയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പരീക്ഷക്കാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നത്, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സംഗതി, ഇതിനുള്ള ഒതന്റിക്കേറ്റഡ് സോഴ്സസ്. ഉദാഹരണമായിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഇതിനോട് ഇച്ചിരി താല്പര്യമുള്ള ആൾ തന്നെ സ്വാഭാവികമായിട്ടും FB-യിലും ഇൻസ്റ്റയിലും പിന്നെ അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പിലുണ്ടോ, PSC ഗ്രൂപ്പ്, ഇതിലൊക്കെ ഓൺലൈൻ കോച്ചിങ്ങളെ കൊണ്ട് ഒരു പുകയായിരിക്കും. ആദ്യം എന്റെ പ്രിയ സുഹൃത്തുക്കൾ ചെയ്യേണ്ട കാര്യം, ഇതിനാരെങ്കിലും ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ ഒതന്റിക്കേറ്റഡ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇവരൊന്നും ഒരിക്കലും ഈ വീഡിയോ ക്ലാസ്സിൽ നിന്നൊരു ക്ലാസ് ഇവര് റെഫർ ചെയ്ത് എടുക്കുന്നതാണ്. അത് പോട്ടെ, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു എന്താ പറയാ, ഇതിനൊരു ഒതന്റിക്കേറ്റഡ് സോഴ്സുകൾ ഉണ്ട് ഈ ക്വസ്റ്റ്യൻ വരുന്നതിനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ പ്രിപ്പയർ ചെയ്യുന്നതിനും. ഓക്കെ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിനുള്ള ഒതന്റിക്കേറ്റഡ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ശരിക്കും നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങൾ തന്നെയാണ്. NCERT ആവട്ടെ SCERT ആവട്ടെ, ഒരു 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെയും പിന്നെ അതുപോലെ തന്നെ ബേസിക് സയൻസിന്റെയും പാഠപുസ്തകങ്ങൾ തന്നെയാണ് ഇതിന്റെ ഒതന്റിക്കേഷൻ. അതിന്റെ മാത്സ് പുസ്തകങ്ങൾ ഇത് തന്നെയാണ് ഒതന്റിക്കേറ്റഡ് സോഴ്സസ്. പിന്നെയോ കറന്റ് അഫയേഴ്സിന് പിന്നെ നിങ്ങൾക്ക് ഏത് സോഴ്സും ഉപയോഗിക്കാം, ഇഷ്ടംപോലെ നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ പത്രം വായിക്കേണ്ട രീതിയിലൂടെ പോകണം എന്ന് മാത്രം. ആ പത്രം വായിക്കേണ്ട രീതി കിട്ടല് നമ്മുടെ ഇതിലൂടെയാണ്. ഒരു കുറച്ച് കറന്റ് അഫയേഴ്സ് പുസ്തകം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ദിവസത്തെ അപ്ഡേഷനുള്ള സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്നാമത്തെ ഒതന്റിക്കേറ്റഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സ്കൂൾ പാഠപുസ്തകങ്ങൾ, 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്ററിക്കും പൊളിറ്റിക്കൽ സയൻസിനും +1 +2 ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളും, +1 +2ന്റെയും പൊളിറ്റിക്കൽ സയൻസും +1 +2ന്റെയും ഹിസ്റ്ററിയുമാണ്. പിന്നെ അതുപോലെ തന്നെ +1 +2ന്റെ ജോഗ്രഫിയുമാണ്. ജോഗ്രഫിക്ക് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ജോഗ്രഫിക്കും പിന്നെ അതുപോലെ പൊളിറ്റിക്കൽ സയൻസിനും ഹിസ്റ്ററിക്കും ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കാനുള്ളത്. അപ്പൊ ഇത് രണ്ടാമത്തത് കറന്റ് അഫയേഴ്സിന് നമ്മൾ പത്രം വായിക്കുക എന്നുള്ളതിന് ഏറ്റവും നല്ല മാർഗം. അതിന്റെ അപ്പുറത്തേക്ക് ആദ്യം കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസുകൾ ഒന്ന് കാണുകയും കറന്റ് അഫയേഴ്സ് എങ്ങനെയാണ് മറ്റുള്ള സൈറ്റുകളിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പരിശോധിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശ ഐഡിയ കിട്ടും. അപ്പൊ ഇത് കീപ്പ് ചെയ്യുക. സോ ഞാൻ പ്രതീക്ഷിക്കുന്നു ക്യാമ്പസ് വിങ് ഇനിയും ഇതിന്റെ ഒരു വലിയ വിശാലമായ ചർച്ചയിലോട്ട് പോകും. അപ്പൊ ഇത് ഇത്രയേ സിമ്പിളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഓരോ എക്സാമിനേഷനും കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഏതായാലും ക്യാമ്പസ് വിങ് നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കേൾക്കുന്ന പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഇത് ഷെയർ ചെയ്യുന്ന ഇത് വീക്ഷിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇനി ഇതിന്റെ ബാക്കി രൂപങ്ങളുമായിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.